അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ നിരവധി നയം മാറ്റങ്ങൾ പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കൻ അതിർത്തിയിലൂടെയുള്ള കുടിയേറ്റം തടയാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അവിടേക്ക് അധിക സൈന്യത്തെ അയക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുഎസിൽ ജനിക്കുന്ന ആർക്കും സ്വാഭാവികമായ പൗരത്വം നൽകുന്ന ജനാവകാശ പൗരത്വം റദ്ദാക്കും. കുടിയേറ്റ ചട്ടങ്ങളിലെ സമൂല ഭേദഗതി വരുത്തും. ഫെഡറൽ ജീവനക്കാർക്കുള്ള വർക്ക് ഫ്രം ഹോം ക്രമീകരണങ്ങൾ അവസാനിപ്പിക്കും. യുഎസിൽ ഇനി ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗമില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. രാജ്യത്ത് വിലക്കയറ്റം തടയാൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിനായി ഊർജ്ജ വില കുറയ്ക്കാൻ നടപടിയെടുക്കും. അലാസ്കയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഖനനം നിരോധിച്ച ബൈഡന്റെ ഉത്തരവ് റദ്ദാക്കി ഖനനം പുനരാരംഭിക്കും എന്നതുൾപ്പെടെയുള്ള വിവിധ നടപടികളും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. Right here with us also in the arena, I'm about to sign some very important executive orders of our new administration. Hey, Don, will you stand up, please? Don is another one. How about Don? Sure. The first item that President Trump is signing is the rescission of 78 Biden-era executive actions, executive orders, presidential memoranda, and others. Thank you, sir. Thank you. The second item, President Trump, is a regulatory freeze, as you announced in your speech, preventing bureaucrats from issuing any more regulations until we have full control of this, the government and this administration. Thank you, sir. Sir, can I have a pen? The next item, sir, is a freeze on all federal hiring, excepting the military and a number of other excluded categories, again, until full control of the government is achieved and we understand the objectives of government going forward. ആഗോളതാപനം നിയന്ത്രിക്കാനുള്ള പാരീസ് കാലാവസ്ഥാ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറുമെന്നതാണ് മറ്റൊരു നിർണായകമായ തീരുമാനം.